ലഅനത്തുല്ലാഹി ഇബ്ലീസ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് വല്ലാത്ത ശത്രു, അതുവും മുബിയാണ് വിശുദ്ധമായ ഖുർആനിൽ അവനെപ്പറ്റി പറഞ്ഞത്. വേറെ ഹദീസിലുണ്ട്, ലിക്കുല്ലി അഹദിൻ മിനന്നാസി ശൈത്വാൻ, എല്ലാവർക്കും ഓരോ ശൈത്താന്മാരുണ്ട്. വാളിയൻ ഖുർതൂമഹു അലാ ഖൽബിഹി, അവൻ്റെ തുമ്പിക്കൈ ഇവൻ്റെ ഖൽബിൻ്റെ മേൽ വെച്ച് ഇങ്ങനെ കിടക്കുക. ഫൈദാ വഫല, ഈ മനുഷ്യൻ അശ്രദ്ധമായാൽ, അൻ ദിക്രില്ലാഹി തആല, അല്ലാഹ് എന്ന ചിന്ത ഖൽബിൽ നിന്ന് പോകുമ്പോൾ വസ്വസലഹു, അപ്പോൾ വസ്വസ ഉണ്ടാക്കാൻ വരും. വൈദാ ദക്കറ, ഇവൻ അള്ളാഹിനെ സ്മരിച്ചാൽ ഖനസ ഐ തഅഖറ വസ്തതറ, ഓൻ പോവും. അപ്പോൾ എപ്പോഴും അല്ലാ 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 എന്ന ചിന്ത നമുക്ക് വേണം, അല്ലെങ്കിൽ ചങ്ങായി കയറിക്കൂടും. നമുക്ക് ആ ചിന്ത ഉണ്ടോ? അല്ലാഹു തആല അവൻ്റെ ശരണത്തോട് നമ്മളെ കാക്കട്ടെ.